ഞങ്ങളുടെ വീട്ടിലെ 3 നേരം ഫുഡ് ഉണ്ടാക്കണം കേട്ടാ. 3 നേരം കറികളും ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിനായാലും കറികൾ ഇവിടെ നിർബന്ധമാണ് കേട്ടാ. ഉച്ചയ്ക്ക് ലഞ്ചിന് മീൻകറി ഉണ്ടായാലും ചപ്പാത്തി മീൻകറി കൂട്ടി കഴിക്കൊന്നുമില്ല കേട്ടോ ഇവിടെ. അപ്പോൾ ചപ്പാത്തിക്ക് വേറെ കറി തന്നെ ഉണ്ടാക്കണം. ആദ്യം ഞങ്ങളിവിടെ ചോറ് തന്നെയാണ് കേട്ടോ രാത്രി കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മോൻ പറഞ്ഞു ഈ ഹെൽത്ത് നോക്കണം, രാത്രി ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചപ്പാത്തി ആക്കലായത്. പക്ഷേ ഉച്ചക്കലത്തെ കറിയൊന്നും കൂട്ടി കഴിക്കില്ല, ചപ്പാത്തിക്ക് വേറെ കറി തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഗ്രീൻ പീസും ചപ്പാത്തിയും ഇന്ന് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഞാൻ മാവ് കുഴച്ചെടുക്കുക. മാവ് നല്ലപോലെ കുഴച്ചെടുക്കും, നല്ല സോഫ്റ്റ് ആവണ പോലെ. ഒന്നും കൂടി ഇത്തിരി കുറച്ച് അയവിലൊക്കെ ആയിട്ടാണ് കുഴച്ചെടുക്കുക. നന്നായി മാവ് കുഴച്ചതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്ത് മാവ് മാറ്റി വയ്ക്കും. അതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കും. പിന്നെ ഞാൻ ഗ്രീൻ പീസ് വേഗം കുക്കറിൽ വേവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാലത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ്. കുക്കറിൽ വേവിച്ചെടുത്തു. എന്നിട്ട് അതിന് ശേഷം സബോള, ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ വാട്ടി പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഗ്രീൻ പീസ് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇത്തിരി കസൂരി മേത്തി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉരുട്ടിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ തിന്നായി പരത്തിയെടുക്കും കേട്ടോ. നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ട് എല്ലാ ചപ്പാത്തിയും പരത്തിയതിന് ശേഷം ഞാൻ ചൂടാൻ നിൽക്കുള്ളൂ കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം ചപ്പാത്തി ഇട്ട് കൊടുക്കും. അന്ന് ചെറുതായി കളറ് മാറി വരുമ്പോൾ അപ്പം തന്നെ മറച്ചിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിന് ചെറിയ ചെറിയ കുമിളകളായി വരുമ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ചൂട് തട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ മറച്ചിടുമ്പോൾ നല്ല പോളായി വരും കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് നമ്മൾ ചട്ടകം കൊണ്ടൊന്ന് അമർത്തിയാൽ അത് നല്ല പൊള്ളച്ച് നല്ല പൊന്തി വരും കേട്ടോ. എന്നിട്ട് ഞാനിന്ന് സാലഡിന് കുറച്ച് കുക്കമ്പറും അരിഞ്ഞു വെച്ചു കേട്ടോ. ചപ്പാത്തിയും കുക്കമ്പറും ഗ്രീൻ പീസ് കറി ഇന്നത്തെ